ഇറ്റ്സ് വെനസ്ഡേ. ഇന്നൊരു ഡേ ഔട്ടാണ്. അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്ക് അമ്മയുടെ കൂടെ മാത്രമായിട്ടും അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് എങ്കിലും ഇതുപോലെ പോകണമല്ലോ. അത് അവർക്കും കൂടെ ഒരു സന്തോഷമാവും. സോ ചെറിയൊരു ഷോപ്പിംഗ്, ഒരു മൂവി, അതായിരുന്നു പ്ലാന്. 10:30 എത്തണമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തതും. പക്ഷേ ഞാൻ എപ്പോഴും പോലെ വൈകി 11 ആയി. അമ്മ 10:15 തന്നെ എത്തി. കുറേ നേരം വെയിറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് സ്മാർട്ട് ബസാറിലേക്കാണ് പോയത്. അവിടെ കുറേ ഓഫേഴ്സ് ഉണ്ടെന്ന് കേട്ടിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് തന്നെ പോയത്. ആൻഡ് അമ്മ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ വാങ്ങി. ബിസ്ക്കറ്റിനൊക്കെ കുറേ ഓഫർ ഉണ്ടായിരുന്നു, അതുപോലെ ഫേസ് വാഷിനും അങ്ങനെ കുറച്ച് സാധനങ്ങൾക്കൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഉണ്ടായിരുന്നു. സോ അത് കഴിഞ്ഞ് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നേരെ ആ ലഗേജും കൊണ്ടിട്ടാണ് ഗണപതി സിൽക്സിലേക്ക് പോയത്. പക്ഷെ ഭാഗ്യത്തിന് അവിടെ നമുക്ക് ടോക്കൺ എടുത്ത് ലഗേജ് വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. സോ അതവിടെ വെച്ചു. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഭയങ്കര നോയ്സ് കേൾക്കാം. ഇവിടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ കുട്ടികളുടെ ഓണം പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ മുതൽ അതിൻ്റെ അനൗൺസ്മെൻറ്റും പാട്ടുകളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. സോ സൈഡ് ബൈ സൈഡ് ഞാൻ അതും കൂടെ ചെയ്തു. ആൻഡ് ഗണപതി സിൽക്സിൻ്റെ എൻട്രൻസിൽ തന്നെ പ്രസാദ വിതരണം ഉണ്ടായിരുന്നു. നമ്മളത് ആദ്യം വാങ്ങി. നല്ലൊരു സ്വീറ്റ് ആയിരുന്നു, അവിലൊക്കെ ഇട്ടിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് കഴിച്ചിട്ടാണ് അകത്തോട്ട് കയറിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. നമുക്ക് നേരെ നിൽക്കാനുള്ള സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. എന്നാലും ഓരോ സെയിൽസ് സ്റ്റാഫിനെ അവർ ഓരോ ഫാമിലിക്കായിട്ട് കൂടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ബില്ലാക്കുന്നത് വരെ അവർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ദെൻ ഈ കാണുന്ന സാരികളൊക്കെ 50% ഓഫറിലും ബൈ വൺ ഗെറ്റ് വണ്ണിലൊക്കെ ആയിരുന്നു. അതേപോലെ ഈ ബോക്സിൽ ഇട്ടിരിക്കുന്ന സാരികളും 300 റേഞ്ചിലാണ്. അപ്പോൾ ഡെയിലി ഓഫീസ് വെയർ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ പോകുന്നവർക്ക് ഉടുക്കാൻ പാകത്തിനുള്ള സാരികളായിരുന്നു. അപ്പോൾ അമ്മ ഒരു ഡിഫറെൻറ്റ് റേഞ്ചിലായിട്ട് ഒരു 7 സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ സാരികൾക്ക് ഇവിടെ 5 ഔട്ട് ഓഫ് 5 കൊടുക്കാം. ദെൻ പേയ്മെൻറ്റ് മാത്രം ചെയ്തു. ഈവനിങ് വാങ്ങാമെന്ന് വിചാരിച്ചു. സോ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ പോയത് SM ബിരിയാണിയിലേക്കാണ്. അപ്പോൾ 1 o'clock അത് തുറക്കുക. നമുക്കത് അറിയുണ്ടായിരുന്നില്ല, ഫസ്റ്റ് ടൈമാണ് പോയത്. സോ ഞങ്ങളൊരു 12:25 എത്തി. അപ്പോൾ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു ചെറിയ ഷോപ്പായിരുന്നു. നമ്മുടെ മേഴ്സി കോളേജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്ഥലം വരുന്നത്. പക്ഷേ അത്രയും നേരം വെയിറ്റ് ചെയ്തതിന് നല്ല വേർത്തായിരുന്നു ബിരിയാണി. അപ്പോൾ ഒരു ബീഫ് ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത്. നല്ല സ്പൈസി ആയിരുന്നു, അതേസമയം നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ അതിനും നമ്മൾ 5 ഔട്ട് ഓഫ് 5 കൊടുക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് നേരെ ശ്രീദേവി ദുർഗ തിയേറ്ററിലേക്കാണ് പോയത്. ആക്ച്വലി നേരത്തെ ബുക്ക് ചെയ്തിരുന്നു. എനിക്കറിയില്ലായിരുന്നു തിരക്കുണ്ടാവില്ല എന്ന്. ആക്ച്വലി വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി 5 to 6 days ആയല്ലോ മൂവി റിലീസായിട്ട്, അതുകൊണ്ടായിരിക്കാം. ഞാൻ ഓൾറെഡി ഈ മൂവി കണ്ടു. അമ്മയെ കൂടെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് വീണ്ടും പോയത്. അങ്ങനെ അമ്മയ്ക്ക് മൂവി ഭയങ്കര ഇഷ്ടമായി. ദെൻ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ജോബീസിൻ്റെ താഴെയുള്ള ഒരു ചെറിയ തട്ടുകടയിൽ നിന്ന് ഒരു ചായയും പൊക്കോട സെറ്റും കഴിച്ചു. അതും എൻ്റെ ഫേവറേറ്റ് ആണ്. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും ഗണപതി സിൽക്സിലേക്ക് പോയി. ലഗേജ് എല്ലാം തിരിച്ച് വാങ്ങിച്ചു, സാരിയും വാങ്ങിച്ചു. ദെൻ അവിടുന്ന് നേരെ അലമിൻ ബേക്കറിയിൽ പോയി കുറച്ച് സ്നാക്സും കൂടെ വാങ്ങിയതിന് ശേഷം മെയിനായിട്ട് ഇവിടെ പോയത് ഫുഡ് വാങ്ങാനായിരുന്നില്ല. അവിടെ തന്നെ ഒരു വെയിറ്റ് മെഷീൻ ഉണ്ടായിരുന്നു. കുറേ ദിവസമായി വെയിറ്റ് ചെക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു മെയിൻ പർപ്പസ്. അങ്ങനെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് സ്നാക്സ് വാങ്ങി. ദെൻ നേരെ ആദിൽ ഫാഷനിലേക്ക് പോയി. സോ ഇങ്ങോട്ട് പോകണമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്തത് കൊണ്ടാണ് ഗണപതി സിൽക്സിലേക്ക് വേറെ ഫ്ലോറിലേക്കൊന്നും ഞാൻ പോകാതിരുന്നത്. ഇവിടുന്ന് ഒരു റെഡ് കുർത്ത സെറ്റ് മാത്രം വാങ്ങിച്ചു. ദെൻ അത് കഴിഞ്ഞ് ചെപ്പൽ ഷോപ്പിലേക്ക് പോയി അമ്മയ്ക്കുള്ള ചെപ്പൽസ് വാങ്ങിച്ചു. സ്റ്റേഡിയത്തിൽ നിന്ന് അമ്മയെ ബസ് കയറ്റി വിട്ട ശേഷം ഞാനും തിരിച്ചു വന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്